നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സുപ്രധാനമായ പല നീക്കങ്ങളും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രചാരണ കമ്മിറ്റിയുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ തന്നെയും ഈ പറയുന്നത് പോലെ 4 മുതിർന്ന നേതാക്കന്മാർ, അതായത് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എം പി, ശശി തരൂർ എം പി, അതുപോലെ ബെന്നി ബെഹനാൻ എം പി, 4 പേരുടെ പേരുകളാണ് നേതൃസ്ഥാനത്ത് കേൾക്കുന്നത്. അതല്ലാതെയും ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ വി ഡി സതീശന് പകരം, അതായത് രമേശ് ചെന്നിത്തലയെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പട്ടിക പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം, ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല ആയിരിക്കുമോ? വി ഡി സതീശനെ കേരളത്തിൽ നിന്നുള്ള UDFന്റെ ആ ഒരു കോൺഗ്രസിന്റെ ആ ഒരു പദവി അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സർവേ പുറത്തു വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു വി ഡി സതീശൻ. അതൊക്കെ സ്വാഭാവികമായി ഓരോ മാധ്യമങ്ങൾക്ക് ഓരോ താല്പര്യമുള്ള ആളുകളുടെ പേര് പറഞ്ഞു പോവുക സർവ്വസാധാരണമായിട്ടുള്ള ഒന്നാണ്. ഇത് വി ഡി സതീശനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വമോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? AICC നേരിട്ട് കേരളത്തിലെ പ്രചരണ ചുമതല രമേശ് ചെന്നിത്തലയെ നേതാവായി അംഗീകരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഏൽപ്പിക്കുന്നു. ഈ പ്രചരണ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കൂട്ടായി അതിന്റെ സഹചുമതലക്കാരായി ശശി തരൂരിനെയും ഷാഫി പറമ്പലിനെയും ബെന്നി ബെഹനാൻ എം പിയെയും ഒപ്പം ചേർക്കുന്നു. നോക്കണം, ഇതൊരു സാമുദായിക സന്തുലനം അതിൽ കൃത്യമായി ഉണ്ട്. ഒരു ഗ്രൂപ്പ് സംവിധാനങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇവിടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒട്ടനവധി പേരുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോൾ പ്രതിപക്ഷം നയിക്കുന്ന ജാഥയുടെ ക്യാപ്റ്റൻ വി ഡി സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയം ഒരിക്കലും ഈ മുന്നണി മര്യാദകൾക്കൊപ്പം തന്നെ സാമുദായിക മര്യാദകൾ കൂടി പരിപാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് പറയുന്നത്. അപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനോട് SNDPക്കും NSSനും ഉണ്ടായിട്ടുള്ള ഒരു എതിർപ്പുണ്ട്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിനുണ്ടായ ഒരു എതിർപ്പുണ്ട്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ പലതവണ വി ഡി സതീശനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വി ഡി സതീശൻ തന്നെ സർവ്വ സൈന്യാധിപനായി നിന്നാൽ ഒരുപക്ഷെ ചില മണ്ഡലങ്ങളിലെങ്കിലും ഇതൊരു തിരിച്ചടിയായി മാറുമെന്ന ഉത്തമ ബോധ്യം KPCCക്കും AICCക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം രമേശ് ചെന്നിത്തലയുടെ കാര്യം എടുക്കൂ. രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി NSSുമോ SNDPയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തല മുന്നിൽ നിന്ന് നയിച്ചാൽ കൂട്ടിന് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഷാഫി പറമ്പിലും ക്രിസ്ത്യൻ സമുദായങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ബെന്നി ബെഹനാനും ഒപ്പം ഒരു ജൻസി കുട്ടികളും ഒരു നല്ല പൊസിഷനുകളിൽ ഇരിക്കുന്നവർ, നന്നായി ചിന്തിക്കുന്നവർ, ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്ന ശശി തരൂരും. അപ്പോൾ ഈ 3 കൂട്ട ആളുകളെ കൂടി ചേർത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഉത്തരവാദിത്തം എടുക്കുമ്പോൾ AICCക്ക് AICCയുടേതായ ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ വി ഡി സതീശൻ അറിഞ്ഞോ അറിയാതെയോ വി ഡി സതീശൻ ക്യാമ്പ് നടത്തുന്ന ഭാവി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വി ഡി സതീശന്റെ പ്രചരണ വേലകൾക്ക് അല്ലെങ്കിൽ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകാനുള്ള സാഹചര്യവും ഉണ്ട്. നമുക്ക് നമ്മളിപ്പോൾ കർണാടകയുടെ കേസ് എടുക്കും. കർണാടകയിൽ DK ശിവകുമാറാണ് മുന്നിൽ നിന്ന് നയിച്ചത്, അല്ലെ? AICC കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഓപ്പറേഷൻ താമരയുമായി BJP സർക്കാർ പലയിടങ്ങളിലും വലിയ ശക്തമായ മുന്നേറ്റമൊക്കെ നടത്തിയപ്പോൾ അവിടെയെല്ലാം ഈ DK ശിവകുമാർ എന്ന് പറയുന്ന നേതാവ് രാഹുൽ ഗാന്ധിക്കും AICC നേതൃത്വത്തിനും ഒപ്പമുണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തെ ഒക്കെ സഹായിക്കാനും കർണാടകയിലെ BJPയുടെ സംഘപരിവാറിന്റെ തേരോട്ടത്തിന് അന്ത്യം കുറിക്കാനും ഒക്കെ DK ശിവകുമാർ എന്ന് പറയുന്ന നേതാവിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. പക്ഷേ ഫലം വന്നു. വലിയ രീതിയിൽ ഭൂരിപക്ഷത്തിൽ കർണാടക UDF കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ DK ശിവകുമാർ അല്ല അവിടെ മുഖ്യമന്ത്രിയായത്. അവിടെ മുഖ്യമന്ത്രിയായത് യെദ്യൂരപ്പയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പാർലമെന്ററി ജീവിതത്തിലെ എക്സ്പീരിയൻസും മറ്റ് ഘടകങ്ങളും ഒക്കെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്ന UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്ന ആളുകൾക്കും ഘടകകക്ഷി നേതാക്കന്മാർക്കും ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. ഈ പറയപ്പെടുന്ന 100+ സീറ്റ് അത് വി ഡി സതീശന്റെ മാത്രം സ്വപ്നമല്ല, ടീം UDFന്റെ സ്വപ്നമാണ്. ഇവർക്ക് എല്ലാവർക്കും കൂടി പിടിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്തം ഒരുപോലെ ഇവർക്കുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഈ പറയപ്പെടുന്ന സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചതിനു ശേഷം മാത്രമാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ കർണാടകയിലെ കാര്യം പറഞ്ഞതുപോലെ പാർലമെന്ററി എക്സ്പീരിയൻസ് കൂടുതലുള്ളവരെ ഒരുപക്ഷെ സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഈ പറയുന്ന ബിഗ് 4 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ 4 പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ ഈ ഒരു സ്ഥാനം ഏൽപ്പിക്കാനുള്ള പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതും ഇതേ പാർലമെന്ററി എക്സ്പീരിയൻസ് തന്നെയാണ്. അല്ല, പാർലമെന്ററി എക്സ്പീരിയൻസും അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവാണ്.
രമേശ് ചെന്നിത്തല അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒരാളല്ല. അതെ, നമുക്ക് ഈ പ്രചരണ വേലകളുടെ ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു എന്ന് വിചാരിച്ച് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നർത്ഥമൊന്നുമില്ല. നമുക്ക് എത്രയോ പേരുകൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസും UDF-ഉം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്താ? ഈ മത്സരിക്കുന്ന 140 പേർക്കും, അല്ല 140 പേര് മത്സരിക്കുമല്ലോ, UDF-ൽ നിന്ന് 140 പേര് മത്സരിക്കുമല്ലോ, അതിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന അത്രയും പേർക്കും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത എവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന്റെ കൂട്ട് ഒരാളെ മാത്രമല്ലല്ലോ മുന്നിൽ നിർത്താൻ പറ്റുക. ഇപ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഒരു പാരമ്പര്യം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തുന്ന ഒരു രീതി UDF-ൽ അല്ലെങ്കിൽ കോൺഗ്രസിലില്ല. സ്വാഭാവികമായും വിജയിച്ചു വന്നതിന് ശേഷം ഗ്രൂപ്പ് ഓഫ് സമവാക്യങ്ങളും ജനങ്ങളുടെ താല്പര്യവും പ്രവർത്തകരുടെ താല്പര്യവും പാർട്ടിയുടെ താല്പര്യവും ഒക്കെ നോക്കിയിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ എന്തൊക്കെ മുന്നോട്ട് വെക്കുക. അതൊരു പക്ഷേ VD സതീശനാകാം, ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയാകാം, ഒരുപക്ഷെ KC വേണുഗോപാലാകാം, ഒരുപക്ഷെ മത്സരിക്കുന്ന മറ്റേതെങ്കിലും ഒക്കെ നേതാക്കന്മാരാകാം. ആർക്ക് വേണമെങ്കിലും അവിടെ സാധ്യതകളുണ്ട്. അതൊരു ടീമാണ്. സ്വാഭാവികമായിട്ടും VD സതീശൻ തന്നെ ഇന്നുള്ളൊരു ചർച്ചയിൽ പറയുന്നത് കേട്ടു, മത്സരിക്കേണ്ട എന്ന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാതെ മാറി നിൽക്കാനും ഞാൻ തയ്യാറാണ് എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു സർവേ ഫലം പുറത്തു വന്നപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ അതിനെ തള്ളിക്കളയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിന് ഇപ്പോൾ വിവിധ ചാനലുകളിൽ ഇരുന്ന് പറയുന്നതാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും മുഖ്യമന്ത്രി ആകുക എന്ന സ്വപ്നം ഉണ്ടാകാത്ത ഒരാൾ പോലും, അങ്ങനെ സ്വപ്നമില്ലാത്ത ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരു ഭാഷ്യം. ഇനി ഇതിൽ ഹൈബി ഈഡൻ, അതായത് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഉത്തരവാദിത്വം ഈ പറയപ്പെടുന്ന ഹൈബി ഈഡനാണ്. എന്നിട്ട് ഹൈബി ഈഡൻ ഈ ലിസ്റ്റിൽ ഇല്ലാത്തത് ഹൈബി ഈഡനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വത്തിന് അത്ര വലിയ താല്പര്യമില്ല എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ ലിസ്റ്റിലുണ്ട്, ഈ പറയുന്ന നേതൃസ്ഥാനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഹൈബി ഈഡനെ ആ ലിസ്റ്റിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. ഷാഫിക്കൊപ്പം തന്നെ ഹൈബി ഈഡൻ വരേണ്ടതാണ്. ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന ബെന്നി ബെഹനാനേക്കാൾ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്ന ഒരാൾ ഹൈബി ഈഡനാണ്. പക്ഷെ ഹൈബി ഈഡൻ ആ ലിസ്റ്റിലില്ല. അപ്പോൾ ഹൈബി ഈഡന്റെ പ്രവർത്തനങ്ങളോട് നേതൃത്വത്തിന് അത്ര വലിയ താല്പര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രമേശ് ചെന്നിത്തല അത്ര ചെറിയ മീനൊന്നുമല്ല. രമേശ് ചെന്നിത്തലയെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ രമേശ് ചെന്നിത്തല അത് കൃത്യമായി ചെയ്തു തീർക്കുമെന്ന ഉത്തമ ബോധ്യം AICC-ക്കും KPCC-ക്കും ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ VD സതീശന് സാമുദായികമായി ഉണ്ടായിരിക്കുന്ന ഈ എതിർപ്പ്, അല്ലെങ്കിൽ VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ ക്യാമ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നതിലുള്ള പാർട്ടിയുടെ എതിർപ്പൊക്കെ ഇവിടെ പ്രതിഫലിക്കും. ഇവിടെ ആര് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യമല്ല, ആദ്യം അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന, പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ജനങ്ങൾ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അത് പൂർത്തീകരിച്ച് മാക്സിമം സീറ്റുകൾ പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയിലേക്കൊക്കെ പാർട്ടി നീങ്ങാൻ പോകുന്നത്.